കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കോട്ടയത്തെ ഏറ്റവും വലിയ പാടശേഖരമായ 9000 പാടശേഖരത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. പാടശേഖരത്തിൽ പോയി കഴിഞ്ഞാൽ നെല്ലും വൈക്കോലൊന്നും കാണാൻ പറ്റില്ല. നല്ല പിങ്ക് നിറത്തിൽ വിരിഞ്ഞ് നിൽക്കുന്ന ആമ്പൽ പൂക്കളെ കാണാം കേട്ടോ. ഇതാണ് വിശാലമായ 9000 പാടശേഖരം. ഇതിനെ 9000 പാടശേഖരം എന്ന് വിളിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നെല്ല് വിതയ്ക്കുന്നത് 9000 പറ നെല്ലാണ് ഇവിടെ കൃഷിക്കായിട്ട് വിതയ്ക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് 9000 പാടശേഖരം എന്നറിയപ്പെടുന്നത്. ഏകദേശം ഒരു 1850 ഏക്കറിൽ വിശാലമായിട്ട് പരന്ന് കിടക്കുകയാണ് ഈ പാടശേഖരം. ഒരു തവണത്തെ കൃഷി കഴിഞ്ഞാൽ വെള്ളം കയറ്റി അടുത്ത കൃഷിക്കായിട്ട് മുമ്പായിട്ട് വെള്ളം നിറച്ചിടുന്ന സമയത്ത് ഈ ആമ്പൽ വിത്തുകളൊക്കെ മുളച്ച് ആമ്പൽ ചെടിയായി വരും. എന്നിട്ട് അതിനിങ്ങനെ പൂത്ത് നിറഞ്ഞ് നിൽക്കും കേട്ടോ. പിങ്ക് നിറത്തിൽ പൂക്കളൊക്കെ കാണാം. പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന കാണണമെങ്കിൽ വെയിൽ വരുന്നതിന് മുമ്പ് ചെല്ലണം നമ്മൾ കേട്ടോ. പിന്നെ നേരം വെളുത്ത് വരുന്ന ഈ സമയത്ത് കണ്ടോ ബോട്ടിൻ്റെ സൗണ്ടും വെള്ളത്തിൻ്റെ കണ്ടോ കളകളാരവം, വെള്ളത്തിൻ്റെ കിളികളുടെ കളകളാരവം പോലെ തന്നെയാണ് ഈ വെള്ളത്തിൻ്റെ ആ കളകളാര സൗണ്ട്, ഓളം തള്ളുന്ന ആ സൗണ്ടൊക്കെ നല്ല രസമല്ലേ. അങ്ങനെ ഇളം വെയിലൊക്കെ കൊണ്ട് ഈ പൂക്കളിടയ്ക്കൂടെ ഇങ്ങനെ മനസ്സൊക്കെ ശാന്തമായി ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ലൊരു വൈബാണ് കേട്ടോ. ഇത് അനുഭവിച്ചാൽ ഇതിൻ്റെ ഒരു ഫീലിങ്സ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നേരിട്ട് വന്ന് നിങ്ങളത് ആസ്വദിച്ചാൽ തന്നെ അത് പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങോട്ട് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോട്ടയത്തു നിന്ന് നമുക്ക് നേരെ ചാലുകുന്ന് കൂടി കുമരകം റൂട്ടിൽ പിടിക്കുക. കുമരകം റൂട്ടിൽ നിന്ന് തിരുവാർപ്പ് റൂട്ടിൽ കയറിയിട്ട് കാഞ്ഞിരം കവലയിൽ നിന്ന് തിരിഞ്ഞാൽ ഈ പാടശേഖരത്ത് എത്തിച്ചേരും കേട്ടോ. കോട്ടയത്തു നിന്നൊരു 7-8 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അധികം ട്രാഫിക്കൊന്നുമില്ല. നല്ല വെളുപ്പിനെ വരണം ഈ സംഭവം കാണണമെങ്കിൽ കേട്ടോ. ഇപ്പോൾ ഈ പാടശേഖരത്ത് നിറഞ്ഞു കിടക്കുന്ന വെള്ളം ഇവർ വറ്റിക്കും കേട്ടോ. വറ്റിച്ചു കഴിഞ്ഞാൽ ആമ്പൽ വസന്തം അവിടെ അവസാനിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ 2 നേരം ഉച്ചയ്ക്കൊക്കെ മൃഷ്ടാന്ന ഭോജനം കഴിക്കുന്ന അരി ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പാടശേഖരത്തു നിന്നാണ്. ഈ പാടശേഖരത്തിലെ വെള്ളം വറ്റിച്ചിട്ട് കർഷകർ ഇവിടെ കൃഷി ഇറക്കും. ഉഴുതു മറിച്ച് സെറ്റാക്കി കൃഷി ഇറക്കിയിട്ട് നെല്ല് കൊയ്ത് നമുക്ക് കഴിക്കാനുള്ള അരി പാക്കറ്റിനകത്താക്കി നമ്മുടെ വീടുകളിൽ എത്തും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കർഷകരെ ഓർക്കണം. ഈ ചെളിയിലും വെള്ളത്തിലും കിടന്നുകൊണ്ടാണ് അവർ നമുക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നെല്ലും അരിയൊക്കെ ഉണ്ടാക്കി തരുന്നതെന്ന് കേട്ടോ. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം വറ്റിക്കുമ്പോൾ ഈ പാടശേഖരത്ത് നിറയെ മീനുകളാണ് കേട്ടോ. വെള്ളം വറ്റിക്കുമ്പോൾ ഈ മീനെ നമുക്ക് പിടിക്കാം. വലയിട്ടും ഈ കൂടൊക്കെ വെച്ച് മീൻ പിടിച്ചിട്ട് അതും ഇവരുടെ ഈ നാട്ടിലെ ആൾക്കാരുടെ ഒരു ജീവന ഉപാധിയാണ്. ഇപ്പം നാട്ടുകാർ തന്നെയാണ് ഈ ബോട്ടിങ്ങും ഇവിടെ നടത്തുന്നത്. പഞ്ചായത്തിൻ്റെ അനുമതിയൊക്കെ വേണം, എന്നാലും അത് അവർക്കൊരു വരുമാനമാണ്. കണ്ടല്ലോ വെളുപ്പിനെ തന്നെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. ധാരാളം ആൾക്കാർ വന്ന് ഇങ്ങനെ ആമ്പലിൻ്റെ ആ സൗന്ദര്യം ഒക്കെ ആസ്വദിച്ച് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉച്ചവരെ കിടന്നുറങ്ങാതെ വെളുപ്പിനേക്ക് എഴുന്നേറ്റ് ഇങ്ങനെയുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക. ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി കൂടി വേണം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി കൂടി ജീവിക്കാനും നമുക്ക് ശ്രമിക്കാം കേട്ടോ. പിന്നെ ആമ്പൽപ്പൂവ് ഇവിടുന്ന് നമുക്ക് പറിക്കാൻ അവർ സമ്മതിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആമ്പൽപ്പൂവ് ഇങ്ങനെ വരുന്നവരൊന്നും ഒക്കെ പറിച്ചുകൊണ്ട് പോയാൽ പിന്നെ അവിടെ പൂക്കൾ കാണത്തില്ല പിന്നീട് വരുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് ഒരാഴ്ചയോളം ഈ ഒരു പൂ നിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നത് നമുക്ക്. എന്നിട്ട് പക്ഷേ പൂക്കൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം. അവർ ദൂരെ എവിടെയോ പോയിട്ട് കുറേ പൂക്കൾ ഇങ്ങനെ പറിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ 30 രൂപയുള്ളൂ കേട്ടോ ഒരു കെട്ട് പൂവിന്. അത് പൂ വാങ്ങി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകരണ മുറിയിലൊക്കെ വെള്ളത്തിലിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നാൾക്ക് നിൽക്കും. പക്ഷേ അവരൊന്നും അറിയാതെ ഞാൻ കുറച്ച് പൂ അടിച്ചു മാറ്റി അവിടുന്ന്. അതിനിടയ്ക്ക് കുറച്ച് നമ്മുടെ വീഡിയോസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഡ്രോണിനെ പറത്തി മുകളിലേക്ക് വിട്ടിട്ടുണ്ട്. അവൻ മുകളിലോട്ട് കയറി നേരെ വിട്ടുപോയി, തിരിഞ്ഞു പോലും നോക്കിയില്ല. അവൻ വിട്ടുപോയി. കുറേ കഴിഞ്ഞിട്ടും അർഷനെ കാണാത്തതുകൊണ്ട് ആശക്കുട്ടിക്ക് ഒരു സംശയം, അവൻ വഴിതെറ്റിപ്പോയോ അതോ ഇനി വേറെ ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടോ എന്നറിയില്ലല്ലോ.
അവനെ തിരിച്ചു വിളിയിടാ എന്നൊക്കെ പറഞ്ഞ് ആശുകുട്ടി കിടന്ന് ബഹളം വെക്കുകയാണ്. ഞാൻ പിന്നെ ഓക്കറി കുട്ടിച്ചാത്തെന്നൊക്കെ വിളിച്ച് നോക്കി, വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അതിനിടയ്ക്കൊരു കാക്കയെ കാണിച്ചിട്ട് ഡ്രോണാണെന്നും പറഞ്ഞ് ആശുകുട്ടിയെ അഭിലാഷ് പറ്റിക്കുന്നുണ്ട് കേട്ടോ. അത് കാക്കയാ, അല്ലാതെ കാക്കയാടാ. ഒരു കുഴപ്പമില്ല, തട്ടിക്കോ, പൊക്കിക്കോ, കുഴപ്പമില്ല. അതിനിടയിൽ ആതിരക്കുട്ടി ചെറിയൊരു ആമ്പൽ പറിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ആശുകുട്ടി അവളെ പറഞ്ഞ് പേടിപ്പിച്ചു. ആതിരക്കുട്ടിക്കാണെങ്കിൽ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ആശുകുട്ടി പറഞ്ഞതനുസരിച്ച് അവിടെ മിണ്ടാതിരുന്നു. പാവം, ഞാൻ പറിച്ചോളാൻ പറഞ്ഞതാണ്. പക്ഷേ ആശുകുട്ടിയെ പേടിച്ചിട്ടാരും ഈ വഴി നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. വരുന്നൊരു വീഡിയോ എടുക്കാൻ ഏകദേശം നമ്മൾ രാവിലെ ഒരു 1.5 മണിക്കൂറോളം ഈ പാടശേഖരത്തിൽ കിടന്ന് കറങ്ങി ഇനി നമ്മൾ തിരികെ പോവാണ് കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. താങ്ക് യു.